എന്താ രാജു? ആ, ഞങ്ങളുടെ പാർട്ടിയുടെ സമ്മേളനമാണ്. കേരളദേശം പാർട്ടി ഇസെറ്റിന്റെ. ഇതെന്താ രാജു ഇസെറ്റ്? അതെ, പാർട്ടി വിഘടിച്ച് എ മുതൽ വൈ വരെയായി. ബാക്കി ഇനി ഇസെറ്റല്ലേ ഉള്ളൂ. അത് കൊള്ളാം. അപ്പൊ പാർട്ടി പിരിഞ്ഞ് 26 കഷ്ണം വരെയായി അല്ലേ? എത്ര പേരുണ്ട് പുതിയ പാർട്ടി? തൽക്കാലം ഒരു 500 പേര് വരും. അപ്പൊ ഇനിയും പിരിയാൻ സാധ്യതയുണ്ടെന്ന് അർത്ഥം. അതില്ല ഹംസക്ക, ഇനി പിരിയില്ല. കാരണം ഞങ്ങളൊരു ഫോർമുല ഉണ്ടാക്കി. 500-ൽ 400 പേരും ഭാരവാഹികളാണ്. 125 ജനറൽ സെക്രട്ടറിമാരെ, 125 വൈസ് പ്രസിഡന്റുമാരെ, 125 ട്രഷറർമാരെ. ബാക്കിയുള്ളവരൊക്കെ ഓരോരോ പോഷക സംഘടനയുടെ നേതാക്കന്മാരാ. സമ്മേളനത്തിൽ നേതാക്കന്മാർ പങ്കെടുക്കുന്നു, പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നു. പ്രബന്ധം 1, നിക്കരാഗിയിൽ അമേരിക്കൻ ഇടപെടൽ അവസാനിപ്പിക്കുക. നിങ്ങൾക്കെന്താ ഈ നാട്ടിലെ പ്രശ്നങ്ങളൊന്നുമില്ലേ പ്രബന്ധത്തിന്? താഴെയുണ്ട്, വായിച്ചു നോക്കണം. പ്രബന്ധം 2, അടയ്ക്ക എണ്ണക്കുരുവായി പ്രഖ്യാപിക്കുക. അടയ്ക്ക എണ്ണക്കുരു? അതെ, തത്വത്തിൽ തെങ്ങും കവുങ്ങും ഒന്ന് തന്നെ. രണ്ടും പൊക്കമുള്ള വൃക്ഷങ്ങൾ, രണ്ടും കൊലച്ചാക്കായ്ക്കുന്നത്. കൊതുമ്പും മടലും രണ്ടിനുമുണ്ട്. അപ്പൊ പിന്നെ വലിപ്പത്തിൽ അല്പം ചെറുതായതുകൊണ്ട് അടക്കേ തഴയണോ ഹംസാക്ക? വേണ്ട, തഴയണ്ട. അതാ ഞങ്ങളുടെ ചോദ്യം. പ്രബന്ധം 3, മണ്ഡൽ കമ്മീഷൻ പരിധിയിൽ ഒളിമ്പിക്സിനെയും ഏഷ്യാഡിനെയും ഉൾപ്പെടുത്തുക. എന്താടോ ഇത്? അത് വേണം ഹംസാക്ക. സംവരണമില്ലെങ്കിൽ ഇന്ത്യക്ക് ഒറ്റ മെഡൽ കിട്ടില്ല. അതായത് ചൈനക്കാരൻ 400 മീറ്റർ ഓടുന്ന സമയം കൊണ്ട് ഇന്ത്യക്കാരൻ 100 മീറ്റർ ഓടിയാൽ സ്വർണ്ണ മെഡൽ കിട്ടണം. അതാണ് ഞങ്ങളുടെ പ്രബന്ധം. 10 രൂപയോ? അത്രേ ഉള്ളൂ. പോരാത്തതിന് നിന്റെ അപ്പം പത്രോസില്ലേ, അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാൽ മതി. ഒരു 50 തന്നെ ഹംസക്ക. ഇതെല്ലാം പല പാർട്ടിക്കാരുടെ രസീതുകളാണ്. ഓരോ കാരണം പറഞ്ഞ് ഓരോ പാർട്ടിക്കാർ വരും. കൊടുക്കാൻ ഒരു കയ്യേ ഉള്ളൂ, വാങ്ങാൻ 1000. അതുകൊണ്ട് വേണമെങ്കിൽ മതി. ശശി ഇപ്പോഴും ഡ്യൂട്ടിയിലാണല്ലേ? ഞാൻ ഞങ്ങളുടെ പാർട്ടിയുടെ കീഴിലുള്ള വർക്കേഴ്സ് യൂണിയന്റെ നേതാവാ. പിന്നെ എന്റെ ഡ്യൂട്ടി ഇതാ ലൂട്ടി. എന്തൊരു ചൂടായത്! കറണ്ട് വന്നു പോയി. നല്ലൊരു സിനിമ TV വന്ന അപ്പ ഈ കുന്തം അങ്ങ് പോകും. നിങ്ങളൊക്കെ എഴുന്നേറ്റ് പോയിന്. ഇന്നിനും കറണ്ട് ഒന്നും വരത്തില്ല. ഓ, ചൂട് ചൂട് ചൂട്. പോയിന്. നീ ചെന്നാ മെയിൻ ഒന്ന് ഓൺ ചെയ്തേ. അമ്മച്ചി ഓഫ് ചെയ്താണോ? പിന്നെ അല്ലാണ്ട്. ഇതെന്താ സിനിമ കൊട്ടയ്യ? നാട്ടുകാർക്ക് മുഴുവൻ ഓസിലിരുന്ന് സിനിമ കാണാൻ. കഷ്ടമായിപ്പോയി അമ്മച്ചി, ഇത്രയ്ക്ക് വേണ്ടായിരുന്നു. നിനക്കെന്താ എത്ര സങ്കടം? നിന്റെ അപ്പച്ചൻ കഷ്ടപ്പെട്ട് കളർ TV വാങ്ങിച്ചതേ നാട്ടുകാർക്ക് കാണാനല്ല. പാർക്കി TV ഉണ്ടല്ലോ, വേണമെങ്കിൽ അവിടെ ചെന്നിരുന്ന് കാണട്ടെ. നീ ഒന്ന് മെയിൻ ഓൺ ചെയ്. എവിടെയായിരുന്നു രാജു ഇതുവരെ? ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പോലും വന്നില്ലല്ലോ. പാർട്ടിയുടെ മീറ്റിംഗ് നടക്കുകയല്ലേ, അത് തിരക്കായിരുന്നു. ഓ, അവനും അവന്റെ ഒരു പാർട്ടി. എടി ഗ്രേസിയേ, ഹലോ, 2646 അല്ലേ? മിസ്റ്റർ ബെന്നി ഉണ്ടോ? ഇല്ലേ? ആ, ഇരിക്കുമോളെ. സിനിമ കഴിഞ്ഞോ? കഴിഞ്ഞു. ആരാ ജയിച്ചത്? മോഹൻലാലോ? പോക്കോ. അടുത്ത ആഴ്ചയും പറഞ്ഞേ. ആഹാ, ആനിമോളും ഉണ്ടായിരുന്നോ? നീ ഇതങ്ങ് അകത്തുകൊണ്ട് വയ്ക്കും. ഇന്ന് മോടെ അപ്പച്ചൻ ഓഫീസിൽ വന്നിരുന്നു. സരോജം, ചായ എടുക്ക, ആനിമോളും ഉണ്ട്. എനിക്ക് വേണ്ടച്ചാ, ഞാൻ ഇപ്പൊ കുടിച്ചതേ ഉള്ളൂ. അതിനെന്താ, എനി ടൈം ഈസ് ടീ ടൈം. എന്റെ കൂടെ ഒരു ചായ കുടിക്കാം. വേണ്ടാഞ്ഞിട്ടാച്ചാ. അപ്പോ മോക്ക് ചായ വേണ്ട? വേണ്ട. നിന്റെ വീട്ടിൽ കറണ്ട് ഇല്ലേ? കുട്ടികൾ പറഞ്ഞു ഇല്ലെന്ന്. അമ്മച്ചി മെയിൻ ഓഫ് ചെയ്താ. വീട് സിനിമാ തിയേറ്റർ അല്ലെന്ന്. നീ ബെന്നി കണ്ടോ? ഫോൺ ചെയ്തപ്പോ ഓഫീസിൽ നിന്ന് പോയെന്ന് പറഞ്ഞു. പോട്ടെ, അമ്മച്ചി വിളിക്കുന്നു.
ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പുത്രനായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവമായ പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അവതരിച്ച ദൈവപുത്രന്റെ മാതാവ്, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഡി കോഴിക്കോട് അടച്ചോ. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. ആ പെടക്കോഴി അതിനകത്ത് കയറിയോ? ഞങ്ങൾക്ക് വേണ്ടി ആ അപേക്ഷിക്കണം. നാശം ആ പുളിമരത്തിന്റെ മണ്ടയിലിരിക്കും. പോയി പിടിച്ചിട്ട് വാടി. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞാനിപ്പോ എന്താണ് ചെയ്യേണ്ടത്? നിക്കണ പോണാ? മാത്തുക്കുട്ടി പോയിക്കോ. ഞങ്ങൾക്ക് വേണ്ടി നാളെ രാവിലെ ഞങ്ങൾക്ക് വേണ്ടി വന്നാ അപേക്ഷിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതത്തിന് വിഷയമായിരിക്കും പിതാവിന്റെയും ഞങ്ങൾക്ക് വേണ്ടി പുത്രന്റെയും അപേക്ഷിക്കണമേ. സദ്ബുദ്ധിയുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അപേക്ഷിക്കണമേ. ആ രാഘവൻ ഒരു 3000 രൂപ കൊണ്ടു ഞങ്ങൾക്ക് വേണ്ടി നാറി അപേക്ഷിക്കണമേ. അവനെ ഞാൻ കാണട്ടെ. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അപേക്ഷിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഡോക്ടർ ജെയിംസ് നിങ്ങളെ തേടി വന്നിരുന്നു. ഞങ്ങൾക്ക് വേണ്ടി അവന്റെ അപേക്ഷിക്കണമേ. ട്രാൻസ്ഫറിന്റെ കാര്യത്തിനായിരിക്കും. യോഗ്യയായ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വല്ലഭയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അപേക്ഷിക്കണമേ. വെള്ളം ചൂടായിട്ടുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബോധജ്ഞാനത്തിന്റെ സിംഹാസനമേ, കൃപയുടെ പാത്രമേ, ഇതിന് തണുപ്പില്ലേ? അതോ ഇത് കേട് വന്നോ? നിങ്ങൾ വന്ന് കിടക്കുന്നുണ്ടോ? കിടന്നാ ഉറക്കം വരണ്ടേ? ഈ ഗുളിക ഇങ്ങനെ വാരി കഴിച്ചിട്ട് തന്നെ ഉറക്കം വരാത്തത്. നീ അടുത്ത് കിടന്നാ എനിക്ക് ഉറക്കം വരില്ല. അതിന് ഞാനും ചെയ്തു. നിന്റെ ഒടുക്കത്തൊരു കൂർക്കം വലി. ഓ, അതിന് നിങ്ങൾ ഒട്ടും മോശമല്ല. ഇന്ന് ഓഫീസിൽ ചെന്നിട്ട് സകല കാര്യങ്ങളും മണി പോലെ അങ്ങ് നടന്നു. ഒന്നിനൊരു ബുദ്ധിമുട്ടുണ്ടായില്ല. ആ ശങ്കരവാര്യരുടെ കാര്യത്തിലാ കുഴപ്പം. നിങ്ങൾ എന്തിനാ അയാളുടെ പുറകെ നടക്കുന്നേ? അയാളുടെ മുകളിൽ വേറെ ആൾക്കാരില്ലേ? ഉണ്ട്. അതുകൊണ്ട് കാര്യമില്ല. അയാള് തെറ്റ്, ബാക്കി സർവ്വതും തെറ്റും. ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ അയാളോട്. വേഗം അങ്ങോട്ട് ചെല്ലേ. നിനക്ക് വല്ല വിവരണ്ടേ കോളാമ്പി? പിന്നെ ഉറങ്ങ മുറുക്ക. ആ വാര എങ്ങനെയാ ഒന്ന് പിടിക്കുക? രൂപ 10-15 ലക്ഷം അയാളുടെ ദയയിലല്ലേ കിടക്കണേ? ആ കർത്താവ് എന്നെ എന്തെങ്കിലും ഒരു വഴി കാണിക്കട്ടെ. പത്രോസ്, അതിന് ഞാൻ കൂട്ടു നിൽക്കില്ല. ദൈവമേ, ഇതെന്തൊരു പരീക്ഷണ? പെരുന്നാളോ കുർബാനയോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാം. ദയവ് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്നെ എങ്ങനെ ഒന്ന് ഉപദ്രവിക്കരുത്. ഞാൻ നിങ്ങളെ എന്ത് ഉപദ്രവിച്ചു? എന്താ? ദൈവമേ, ഇവള് ചെയ്യുന്നത് എന്താണെന്ന് ഇവൾ അറിയുന്നില്ല. നീ ഈ പണ്ടാരത്തിനോട് പൊറുക്കണമേ. ഞാൻ പറഞ്ഞിട്ടേ, നീ സുഖമായിട്ട് ഉറങ്ങിക്കോട്ടാ. നിന്റെ മോന്തിന്ന് കണ്ട ഞാൻ എന്റെ അമ്മോ പേടിയാവണ്. കർത്താവ് വിശ്വമിശായേ. നീ ഇന്നലെ രാത്രി എപ്പോഴാണ് വന്നത്? കുറെ ലേറ്റായി. എന്തായിരുന്നു കാര്യം? പാർട്ടിയുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇന്നലെ ഞാൻ കണ്ടു നിങ്ങളുടെ പന്തംകുളത്തി പ്രകടനം. അത് കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നതേ, പൊള്ളാച്ചിന് തെളിച്ചു കൊണ്ടുവരുന്ന കാളക്കൂട്ടങ്ങളെയാ. അടിച്ച് തെളിക്കുന്നവനും അറുത്ത് വിൽക്കുന്നവനുണ്ടാ ലാഭം. നടന്നു പോകുന്ന കാളക്കുട്ടിക്ക് എന്ത് കിട്ടാനാ? കലക്കി സാർ, ഇത് കാട്ടാളന്മാരുടെ ഗീതം എന്ന നാടകത്തിലെ ഡയലോഗല്ലേ? അതെ. അതുകൊണ്ട് അർത്ഥമൊന്നും മാറിപ്പോണില്ലല്ലോ. ഇല്ല, വലിയ ആളാവരുത് ഇവിടെ. അത് തന്നെയാണ് ഞാനും ആലോചിക്കണത്. മതി മാത്തുക്കുട്ടി. ഓ, നീ ഇന്നലെ അമ്മച്ചിയുടെ നിന്ന് കാശ് മേടിച്ചോ? എന്തിന്? ആവശ്യം ഉണ്ടായിട്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നീ പാർട്ടിക്കോ സമ്മേളനത്തിനോ ഏത് പണ്ടാരത്തിനോ നീ പോയി തുളഞ്ഞോ. പക്ഷെ മേലിൽ ഇവിടുന്ന് ഒറ്റ പൈസ വാങ്ങിച്ചു പോരുത്. അങ്ങനെ ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. ഉറപ്പൊന്നും പറയാൻ പറ്റില്ലെന്നോ? ഇനി നീ പൈസ വാങ്ങിക്കുന്ന എനിക്കൊന്ന് കാണണം. ദേ, നിന്നോട് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. മേലിവന് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പൊ ഞാൻ കാണിച്ചു തരാം. എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പൈസ വാങ്ങും. ആരെതിർത്താലും ശരി, അല്ലെങ്കിൽ ഞാൻ എടുക്കും. എന്നാ എനിക്കതൊന്ന് കാണണം. പിന്നെ നിന്നെ ഈ വീട്ടിൽ നീ അടിച്ചു പുറത്താക്കും. പിന്നെ വരട്ടല്ലേ? എന്താടാ എടാ പട്ടി, ഞാൻ എന്താണ് കാണിക്കുന്നത്? പിള്ളേരെല്ലാം